ഇനി നമ്മൾ നോക്കുന്നത് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചാണ്. ആദ്യമായിട്ട് നീതിയുടെ പ്രാധാന്യം നമുക്ക് പറയാം. ന്യായവും സമത്വവും ഉറപ്പാക്കുന്ന ഏതൊരു സമൂഹത്തിൻ്റെയും അടിത്തറയാണ് നീതി. നീതി മനുഷ്യർക്കിടയിലെ പക്ഷപാതിത്വങ്ങൾ ഇല്ലാതാക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും തുല്യവുമായ ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. നീതിയില്ലാതെ സാമൂഹിക ഐക്യവും നിയമരാഷ്ട്രീയ സംവിധാനങ്ങളുടെ നിയമസാധുതയും നിലനിർത്താനാവില്ല. അങ്ങനെ എല്ലാ വ്യക്തികൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ന്യായവും നീതിയുക്തവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ജസ്റ്റിസ്, നീതി അത്യന്താപേക്ഷിതമാണ്. നമുക്ക് നീതിയെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് ഡെഫിനിഷൻ പറയാം. ഒന്ന് റാഫേലിൻ്റെ ഡെഫിനിഷനാണ്. റാഫേൽ പറയുന്നത് വ്യക്തിയുടെ അവകാശങ്ങളും സമൂഹത്തിൻ്റെ ക്രമവും സംരക്ഷിക്കുന്ന നയമാണ് നീതി എന്നാണ്. സാൽമണ്ട് പറയുന്നത് നീതി എന്നാൽ ഓരോ വ്യക്തിക്കും അർഹമായ വിഹിതം സമൂഹത്തിൽ ലഭിക്കുക എന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ജസ്റ്റിസ്, വിവിധ തരം ജസ്റ്റിസ് ഉണ്ട്. പ്രധാനമായിട്ട് 4 തരത്തിലാണ് ജസ്റ്റിസിനെ, നീതിയെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക്കൽ ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ലീഗൽ ജസ്റ്റിസ്. ഇങ്ങനെയാണ് 4 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ ജസ്റ്റിസ്. എല്ലാ വ്യക്തികൾക്കും തുല്യതയും സമത്വവും ഉറപ്പുവരുത്തുന്നതിനായി ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ ന്യായമായ വിതരണത്തെയാണ് സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാതി, വംശം, മതം, ലിംഗഭേദം, സാമൂഹിക സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെ അഭിസംബോധന ചെയ്യാൻ സാമൂഹ്യനീതി ശ്രമിക്കുന്നു. ചരിത്രപരവും വ്യവസ്ഥാപിതവുമായ ഈ പാർശ്വവൽക്കരണം ഇല്ലാതാക്കി എല്ലാ വ്യക്തികൾക്കും തുല്യ പ്രവേശനമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് സാമൂഹ്യനീതിയുടെ ലക്ഷ്യം. ഇതിന് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് സംവരണം പോലുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിൽ അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് സാമൂഹ്യനീതി ചെയ്യുന്നത്. സാമൂഹിക ഐക്യം വളർത്തുന്നതിലും ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും മനുഷ്യാന്തസ് ഉറപ്പാക്കുന്നതിലും സാമൂഹ്യനീതി നിർണായകമായ പങ്കുവഹിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ആശയമാണ് സാമൂഹ്യനീതി എന്ന് പറയുന്നത്. മറ്റൊന്ന് എക്കണോമിക്കൽ ജസ്റ്റിസാണ്, സാമ്പത്തിക നീതി. എല്ലാ വ്യക്തികൾക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും മാന്യമായ ജീവിത നിലവാരം കൈവരിക്കാനും കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു സമൂഹത്തിനുള്ളിൽ സമ്പത്ത്, അവസരങ്ങൾ, വിഭവങ്ങൾ എന്നിവയുടെ ന്യായമായ വിതരണത്തെയാണ് എക്കണോമിക്കൽ ജസ്റ്റിസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ജാതി, ലിംഗഭേദം, വംശം, സാമൂഹിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ സാമ്പത്തിക അസമത്വങ്ങൾ കുറയ്ക്കാനും സാമ്പത്തിക അവസരങ്ങളിൽ തുല്യ പ്രവേശനം നൽകാനും ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യനീതി എന്നിവയാണ് സാമൂഹ്യനീതിയുടെ മൂലക്കല്ലായിട്ടുള്ള ആശയമായി പ്രവർത്തിക്കുന്നത്. ന്യായമായ വേതനം പ്രോത്സാഹിപ്പിക്കുക, ചൂഷണമില്ലാതാക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ പിന്തുണക്കുക എന്നിവയിലൂടെ വ്യവസ്ഥാപിതപരമായ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സാമ്പത്തിക നീതി പ്രവർത്തിക്കുന്നു. സമ്പത്തിൻ്റെ വിതരണം സന്തുലിതമാക്കുന്നതിനും ദാരിദ്ര്യം തടയുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിന് ഈ സാമ്പത്തിക നീതി ഊന്നൽ നൽകുന്നു. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ സാമൂഹ്യ സ്ഥിരത കൈവരിക്കുന്നതിനും സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക നീതി അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ്റെ അന്തസ്സ് സംരക്ഷിക്കുകയും ന്യായമായതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തിക നീതി എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് സമൂഹത്തിൽ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയരാനും മാന്യമായ ജീവിതം നിലനിർത്താനും കഴിയുന്ന ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ എക്കണോമിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിഭവങ്ങൾ എല്ലാവർക്കും കൃത്യമായി ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, അതിൽ മതമോ ജാതിയോ സാമൂഹ്യ ക്രമമോ ഒന്നും പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും ഉയർന്ന ജീവിത നിലവാരത്തോടുകൂടി സമൂഹത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയെയാണ് സാമ്പത്തിക നീതിയെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രാഷ്ട്രീയ നീതിയാണ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. എല്ലാ പൗരന്മാർക്കും തുല്യ രാഷ്ട്രീയ അവകാശങ്ങളും രാജ്യത്തിൻ്റെ ഭരണത്തിൽ പങ്കാളിയാവാനുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും അവരുടെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, മതപാശ്ചാത്തലങ്ങൾ പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളിലേക്കും തീരുമാനമെടുക്കൽ പ്രക്രിയകളിലേക്കുമൊക്കെ തുല്യ പ്രവേശനമുണ്ടെന്ന് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നു. രാഷ്ട്രീയ നീതി ഉറപ്പാക്കാൻ എല്ലാ പൗരന്മാർക്കും വിവേചനങ്ങളില്ലാതെ വോട്ടവകാശം നൽകാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതേപോലെ ഓഫീസുകൾ കൈകാര്യം ചെയ്യാനും ഒക്കെ അവർക്ക് എല്ലാവർക്കും തുല്യമായി കഴിയുന്ന ഒരവസ്ഥയാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കണം. രാഷ്ട്രീയ നീതി ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം എല്ലാ പൗരന്മാരുടെയും ശബ്ദങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ പ്രതിനിധീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണം. അപ്പോൾ അതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു മൂലക്കല്ലാണ് രാഷ്ട്രീയ നീതി എന്ന് പറയുന്നത്. മറ്റൊന്ന് ലീഗൽ ജസ്റ്റിസാണ്. നിയമപരമായ നീതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് വശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, ന്യായമായ നിയമങ്ങളുടെ സൃഷ്ടി ഉണ്ടാവണം. മറ്റൊന്ന്, ആ നിയമങ്ങൾ നീതിയുക്തമായി നടപ്പാക്കണം. ഇങ്ങനെയാണ് ലീഗൽ ജസ്റ്റിസ് നടപ്പാവുന്നത്. നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭരിക്കപ്പെടുന്നവരുടെ മേൽ ഭരണാധികാരികളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാതിരിക്കേണ്ടത് നിർണായകമാണ്. പകരം നിയമങ്ങൾ പൊതുജനാഭിപ്രായവും സാമൂഹ്യ ആവശ്യങ്ങൾ, ധാർമ്മികത, മൂല്യങ്ങൾ, കൺവെൻഷനുകൾ, നീതിയുക്തമായ സാമൂഹ്യക്രമം എന്നീ സങ്കല്പങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. അതല്ലാതെ ഭരിക്കുന്നവരുടെ ഇച്ഛക്കനുസരിച്ച് ഭരിക്കപ്പെടുന്ന ആളുകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളാവാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ അവിടെ നിയമപരമായ നീതി ഉണ്ടാവില്ല. നിയമപരമായ നീതി ഉണ്ടാവണമെങ്കിൽ നിയമങ്ങൾ സമൂഹത്തിന് ഉതകുന്നതായിരിക്കണം. മറ്റൊന്ന്, ആ നിയമങ്ങൾ ഫലപ്രദമായി അത് നടപ്പാക്കാൻ കഴിയണം. അവ സാമൂഹ്യ മൂല്യങ്ങളോടും ധാർമ്മിക തത്വങ്ങളോടും പൊരുത്തപ്പെടുന്ന നിയമങ്ങളാകുമ്പോൾ മാത്രമേ ആ നിയമങ്ങൾ നടപ്പാക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന നിയമങ്ങൾ ആയിരിക്കണം. അതിന് മൂല്യവത്തായ നിയമങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ എല്ലാവരും അത് അംഗീകരിക്കുകയുള്ളൂ, അങ്ങനെ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതാണ് ലീഗൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഈ 4 നീതിയുടെ തലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നീതി എന്ന് പറയുന്ന വിശാലമായ സ്പെക്ട്രം എന്ന് പറയുന്നത്. എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഈ നീതി എന്ന് പറയുന്ന സങ്കല്പം നിലനിൽക്കുകയുള്ളൂ. ഈ നീതി എന്ന് പറയുന്നത് വലിയൊരു കാഴ്ചപ്പാടായിട്ടാണ് ലോകത്ത് നിലനിൽക്കുന്നത്.